ചെറിയൊരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ SCRT സീരീസിലെ 5th സ്റ്റാൻഡേർഡിൽ നിന്നുള്ള സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോടുകൂടി നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ വരുന്ന സോഷ്യൽ സയൻസ് ഭാഗം 1, ഭാഗം 2 ഭാഗത്തെ എല്ലാ ചാപ്റ്ററും, ഒന്നാമത്തെ പീലിയുടെ ഗ്രാമം എന്ന ഈ ഒരു ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ പഠിക്കാനായിട്ടൊന്നും ഇല്ല. ഈ ഒരു ചാപ്റ്റർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും തീരും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ഈ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. 5th സ്റ്റാൻഡേർഡിലേതായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് ഇത്. ഓക്കെ, തൊഴിൽ വൈവിധ്യങ്ങൾ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരം തൊഴിലുകൾ തിരിച്ചറിയുന്നതിനും പ്രത്യേകതകൾ അനുസരിച്ചുകൊണ്ട് വിവിധ തൊഴിലുകളെ തരംതിരിച്ച് വിശകലനം ചെയ്യുന്നതിനുമായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ബേസിക്കലി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണ്? ദിവസേന വീട്ടിലെ പൂന്തോട്ടം കൃത്യതയോടെ നനയ്ക്കുന്നതിന് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി നൽകുന്നു. രണ്ടാമത്തേത്, വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വെക്കുന്നതിന് തേജസിന്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു. ഇവിടെ 2 കുട്ടികൾ അവരുടെ വീടുകളിലെ ചെറിയ ചെറിയ പ്രവർത്തികൾ, ചെറിയ ചെറിയ പണികൾ ചെയ്യുകയാണ്. അപ്പൊ അതിന് പ്രതിഫലമായിട്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ മുതിർന്നവരാണെങ്കിലോ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ലഭിക്കുന്നു എന്നതിലേക്കാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്താനായിട്ട് പോകുന്നത്. വരുമാനത്തിലേക്ക്. വരുമാനം. ഇപ്പൊ എന്തൊക്കെയാണ് ജോലികൾ എന്ന് പറയുന്നത്? ഇവിടെ കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവ എന്ന് നമുക്ക് നോക്കാം. ആദ്യം അധ്യാപനമാണ്. കുട്ടികളെ ടീച്ചർ പഠിപ്പിക്കുന്നു. രണ്ടാമത് നമുക്ക് ഇവിടെ കച്ചവട സമാനമായിട്ടുള്ള ഒരു ചിത്രം കാണാം. മൂന്നാമത് ക്യാരംസ് ആണ്. നാലാമത് ആതുര സേവനം. ഡോക്ടർ ഉണ്ട്, നഴ്സ് ഉണ്ട്, ഒരു പേഷ്യന്റ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാണാം ചിത്രം വരയ്ക്കുന്ന കുറച്ച് കുട്ടികളെ. ചിത്രം വരയ്ക്കലാണ്. അടുത്തത് വോളിബോൾ ഗെയിം കളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. ചിലതിന് സമ്മാനമാണ് ലഭിക്കുന്നത്, ചിലതിന് പ്രതിഫലമാണ് ലഭിക്കുന്നത്. മേലെ ഈ പറഞ്ഞ ചിലതിൽ നമുക്ക് സമ്മാനം ലഭിക്കുന്നു, ചിലതിൽ പ്രതിഫലം ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. ഇവ ജോലിയാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ജോലിയാണ്. ജോലിയെ സംബന്ധിച്ച് അവിടെ ഒരു വരുമാനം, പ്രതിഫലം ലഭിക്കുന്നു. എന്താണ് വരുമാനം എന്നാണ് നമ്മൾ ഇനി പറയുന്നത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. വരുമാനം. ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്നതിനെ തൊഴിൽ എന്ന് പറയുന്നുണ്ട്. ഒരു തൊഴിലിൽ നിന്നാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ കവിത തന്നിട്ടുണ്ട്. എന്താണ്? പഠിപ്പു തീർന്നാൽ. ഒരു ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് NV കൃഷ്ണവാര്യരുടെ വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്കു പോകും നീ. ഇപ്പൊ ഉത്തരമായിട്ട് ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ ഓരോന്ന് ഉത്തരം പറയുന്നുണ്ട്. എന്തൊക്കെയാ നോക്കാം. ഒന്നാമൻ പറയാണ്, കൃഷിക്കു പോകും ഞാൻ. കൃഷിക്കു നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്കു പോകും ഞാൻ. രണ്ടാമത്തെ ആള് പറയാണ്, പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ, തൊഴിലതിൽ നല്ലൊരു വേറൊന്നുണ്ടാമോ. മൂന്നാമത്തെ ആള് പറയുന്നത്, നാട്ടിലശിക്ഷിതരായലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയനം ആരംഭിച്ചിടും. നാലാമൻ പറയുന്നു, പഠിപ്പു തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ, പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ. അപ്പോ ഇവിടെ എന്താണ് പറയുന്നത്? തൊഴിലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ചോദ്യം എന്താണ്? പഠിപ്പു കഴിഞ്ഞാൽ, പള്ളിക്കൂടം വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരമായിട്ട് എന്താണ്? കൃഷിക്ക് പോകുമെന്ന് പറയുന്നുണ്ട്, കച്ചവടത്തിനായി പോകുമെന്ന് പറയുന്നുണ്ട്, വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകൻ എന്ന രീതിയിൽ വിദ്യാലയം ആരംഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നീട് പട്ടാളത്തിൽ ജോലി ചെയ്ത് ഭാരതരാജ്യം പരിപാലിക്കുമെന്ന രീതിയിലും ഉത്തരങ്ങൾ വരുന്നുണ്ട്. NV കൃഷ്ണവാര്യരുടെ വരികളാണ്. വരികൾ തന്നാൽ ഇത് ആരുടേതാണെന്നും ഏത് കവിതയാണെന്നും തിരിച്ചറിയാനായിട്ട് പറ്റണം. ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ വരാറില്ല, എങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഈ ഒരു കവിതയിലൂടെ നമുക്ക് വിവിധ തരത്തിലുള്ള തൊഴിലുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി.
വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെ കുറിച്ചാണ് ഇവിടെ കവി സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ എന്താണ് ബേസിക്കലി തൊഴിൽ എന്ന് പറയുന്നത്? ഒരു നിർവചനം പോലെ ഇവിടെ നൽകിയിട്ടുണ്ട്. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ എന്ന് പറയുന്നത്. വരുമാനത്തിനായിട്ട് ഒരു വ്യക്തി കായികമായിട്ടാവാം, അതുപോലെ ഭൗതികമായിട്ടും ആകാം. കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. തൊഴിലിന് പ്രതിഫലം കൂലിയായിട്ട് ലഭിക്കാം, ശമ്പളമായിട്ട് ലഭിക്കാം. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. അപ്പൊ ഇവിടെ കൂലിയായോ ശമ്പളമായോ ലഭിക്കാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ തൊഴിൽ എന്നതിന് ഒരു നിർവചനം ലഭിച്ചു. എന്താണ് കൂലി, എന്താണ് ശമ്പളം? ഇത് രണ്ടും രണ്ടർത്ഥത്തിലാണ് ഇവ ഉപയോഗിക്കുന്നത്. എന്താണ് എന്ന് ഇവിടെ നൽകുന്നു, നോക്കാം. കരാറു പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്നത്. കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ ഇവിടെ വരുമാനം അല്ലെങ്കിൽ ശമ്പളം എന്നത് മാറി വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലത്തെയാണ് ശമ്പളം എന്ന് പറയുന്നത്. ഇവിടെ നൽകപ്പെടുന്ന ആ ഒരു ദിവസത്തെ, ആ ഒരു സമയക്കണക്കിനാണ് ഈ ഒരു മാറ്റം വരുന്നത്. മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിൽ നൽകുന്നതിനെ കൂലി എന്ന് പറയുന്നു. പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ആണ് ലഭിക്കുന്നത്. വ്യക്തികളുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് തൊഴിൽ എന്നത്. അപ്പൊ ഈ ഒരു നിർവചനം നമ്മൾ മനസ്സിലാക്കി. വ്യക്തികളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് തൊഴിൽ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വരുമാന സ്രോതസ്സുകളുണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് ചുറ്റും വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. അവർ വരുമാനം നേടുന്നത് വിവിധ തരത്തിലുള്ള തൊഴിലിലൂടെയാണ്. ഏതൊക്കെയാണ്? ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കുന്നു. ഇത്തരത്തിൽ വരുമാനങ്ങൾ ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. എന്താണ് വരുമാന സ്രോതസ്സുകൾ? ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പദമാണ് ആസ്തി എന്ന് പറയുന്നത്. ആസ്തികൾ. എന്താണ് ആസ്തികൾ? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കെട്ടിടങ്ങൾ, വസ്തുവകകൾ, ഇവയെല്ലാം ആസ്തികളാണ്. ആസ്തികൾ. ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് വരുമാന സ്രോതസ്സുകൾ. ഒരു പദസൂര്യൻ പോലെ തന്നിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള വരുമാന സ്രോതസ്സുകളുണ്ട്. അത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് നമുക്ക് പറയാം ബാങ്ക് നിക്ഷേപങ്ങൾ. ബാങ്ക് നിക്ഷേപങ്ങൾ ഒരു വരുമാന സ്രോതസ്സാണ്. എന്തുകൊണ്ടാ? പലിശ ലഭിക്കുന്നത് കൊണ്ട്, അല്ലെ? അതുപോലെ നമുക്ക് പറയാം കച്ചവടം ഒരു വരുമാന സ്രോതസ്സാണ്. എന്തുകൊണ്ടാ? ഇവിടെ നിന്ന് ലാഭം ലഭിക്കുന്നു. ലാഭം ലഭിക്കുന്നു. കച്ചവടത്തിൽ നിന്ന് ലാഭം ലഭിക്കുമ്പോൾ അതൊരു വരുമാന സ്രോതസ്സായി മാറുന്നു. തൊഴിൽ ഒരു വരുമാന സ്രോതസ്സാണ്. കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂലിയോ ശമ്പളമോ തൊഴിലിൽ നിന്ന് ലഭിക്കുന്നു. അതുകൊണ്ട് തൊഴിൽ ഒരു വരുമാന സ്രോതസ്സാണ്. കൃഷി ഒരു വരുമാന സ്രോതസ്സാണ്. വിളയിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുന്നു. കൃഷിയിൽ നിന്ന് വിള കിട്ടുന്നു. വരുമാന സ്രോതസ്സാണ് കൃഷി എന്നത്. പിന്നീട് നമുക്ക് പറയാവുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞ ആസ്തികൾ എന്നത്. ആസ്തികളിൽ നിന്ന് നമ്മളിവിടെ പറഞ്ഞതുപോലെ കെട്ടിടങ്ങൾ, വസ്തുവകകൾ, ഇവയൊക്കെ ആസ്തികൾക്ക് ഉദാഹരണമാണ്. ഈ ആസ്തികളിൽ നിന്ന് നമുക്ക് വാടക അല്ലെങ്കിൽ പാട്ടമൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആസ്തികൾ നമുക്ക് വരുമാന സ്രോതസ്സുകളായി പറയാം. വരുമാന സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ടവയാണ് തൊഴിൽ, കൃഷി, ആസ്തി, ബാങ്ക് നിക്ഷേപങ്ങൾ, കച്ചവടം എന്നിവ. ഈ പദസൂര്യനെ നമ്മളൊന്ന് പട്ടികപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നൽകിയിട്ടുണ്ട്. കൃഷിയിൽ നിന്ന് വിള ലഭിക്കുന്നു, തൊഴിലിൽ നിന്ന് കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്നു, ബിസിനസ്സിൽ നിന്ന് ലാഭം ലഭിക്കുന്നു, ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് പലിശ ലഭിക്കുന്നു, ആസ്തികളിൽ നിന്ന് വാടക അല്ലെങ്കിൽ പാട്ടം ലഭിക്കുന്നു, ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവിഹിതം ലഭിക്കുന്നു. ഇങ്ങനെയാണ് വരുമാന സ്രോതസ്സുകൾ. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ എന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവുമാണ്. അത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്.
വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെയാണ് അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും. ഓരോ വരുമാന സ്രോതസ്സിൽ നിന്നും ഓരോ വരുമാനം വ്യത്യസ്തമായിട്ടായിരിക്കും ഉള്ളത്. ഇവിടെ നൽകിയിട്ടുള്ള പോലെ ഇത്രയും വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഇവയെല്ലാം തുല്യമായിട്ടല്ല ലഭിക്കുന്നത്, എല്ലാം വ്യത്യസ്തമാണ്. അതായത് ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാനായിട്ട് കഴിയും. ഉദാഹരണത്തിന്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശ ലഭിക്കും, കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും കിട്ടും. ആ വ്യക്തിയുടെ വരുമാന മാർഗമാണ് ഈ പറഞ്ഞത്. കൃഷിയിൽ നിന്നുള്ള ലാഭം കിട്ടും, അതുപോലെ അദ്ദേഹത്തിന്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്നുള്ള പലിശയും അദ്ദേഹത്തിന് വരുമാന മാർഗമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാനായിട്ട് കഴിയും. ഇത്തരത്തിൽ തൊഴിലുകളുടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. തൊഴിലിലൂടെ വരുമാനം ലഭിക്കും, തൊഴിലിതര മാർഗങ്ങളിലൂടെയും വരുമാനം ലഭിക്കും. തൊഴിലിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. തൊഴിലിലൂടെയും വരുമാനം ലഭിക്കും, തൊഴിലിതര മാർഗങ്ങളിലൂടെ, ഇവിടെ ബാങ്ക് പലിശയിൽ നിന്നാണ് വരുമാനം ലഭിക്കുന്നത്. ഇത്തരത്തിൽ തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ഉണ്ടാക്കാനായി സാധിക്കും. ഇങ്ങനെ ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. വ്യക്തിഗത വരുമാനം എന്തെന്നാൽ ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന്, ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നുവോ അതെല്ലാം ചേർത്ത് ഒരു നിശ്ചിത കാലയളവിൽ എത്ര വരുമാനം ലഭിക്കുന്നുവോ അതിനെ വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെ കുടുംബ വരുമാനം എന്നതായാണ് കണക്കാക്കുന്നത്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് വ്യക്തിഗത വരുമാനവും ഒരു കുടുംബത്തിലെ ആർക്കൊക്കെയാണ് വരുമാനം ലഭിക്കുന്നത് അത്തരത്തിൽ എല്ലാവരുടെയും എല്ലാ അംഗങ്ങളുടെയും കൂടി ഒരു നിശ്ചിത കാലയളവിൽ, അതും സമയബന്ധിതമാണ്, ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെ കുടുംബ വരുമാനം എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്നതിനുള്ള സ്രോതസ്സുകൾ വിവിധ തരത്തിലാണ്. വീണ്ടും നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് ആതുര സേവനത്തിൻ്റെതായിട്ടുള്ള പിക്ചർ തന്നെയാണ്. രണ്ടാമത്തേത് കന്നുകാലി വളർത്തലാണ്. മൂന്നാമത് നമുക്ക് കാണാം അധ്യാപനമാണ്. നാലാമത് ഡ്രൈവർ ജോലി നമുക്ക് കാണാം. അഞ്ചാമത് കൃഷിയാണ്. ആറാമത് ഒരു ലോയറെ നമുക്ക് കാണാം. അഭിഭാഷക വൃത്തിയും നമുക്ക് കാണാനായി സാധിക്കും. ഇങ്ങനെ വിവിധ തരത്തിലാണ് തൊഴിലുകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് രണ്ട് തരത്തിൽ തൊഴിലുകളെ വേർതിരിക്കാം. എങ്ങനെയാണ്? ഒന്ന് കാർഷിക തൊഴിലുകൾ എന്നും രണ്ടാമത് കാർഷികേതര തൊഴിലുകൾ എന്നും, അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് വേർതിരിക്കാനായി സാധിക്കും. കാർഷിക തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായിട്ട് സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലികൾ വളർത്തുന്നത്, മത്സ്യകൃഷി എന്നിവയൊക്കെ ആരംഭിക്കുന്നത്. ഇതെല്ലാം തന്നെ കാർഷിക തൊഴിലുകളാണ്. പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഒക്കെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങളെ വളർത്തുന്നു. കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി ഇവയൊക്കെ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഈ ഒരു കൃഷി എന്ന് പറയുന്നത്, കൃഷി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അതായത് എക്കണോമിക് റിവ്യൂ 2022-23 പ്രകാരം ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേരും, ഏകദേശം പകുതി ശതമാനത്തോളം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് കണക്കുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം കൃഷി എന്നത് സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേത് കാർഷികേതര തൊഴിലുകളാണ്. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലുകളായിട്ട് പരിഗണിക്കാവുന്നതാണ്. കാർഷിക തൊഴിലുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇതിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും കാർഷികേതര തൊഴിലാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കൃഷികളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവയൊക്കെ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ബിസിനസ് ഉൾപ്പെടുന്നുണ്ട്, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ, അധ്യാപനം, കെട്ടിട നിർമ്മാണം, ബാങ്കിങ്,
വസ്ത്രനിർമ്മാണം ഇവയെല്ലാം തന്നെ കാർഷികേതര തൊഴിലുകളാണ്. പ്രധാനമായിട്ടും കാർഷിക തൊഴിലുകൾ അല്ലാത്ത എല്ലാവിധ തൊഴിലുകളും കാർഷികേതര തൊഴിലുകളാണ്. വിവിധ തരം തൊഴിലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ മറ്റൊരാശയമാണ് നമ്മൾ ഇനി പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്വയം തൊഴിൽ എന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് നമ്മൾ സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത്, സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തി വരികയാണ്. സ്വന്തമായി തൊഴിലില്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ സഹായത്തോടുകൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിബിയുടെ കുടുംബത്തിന്റെ വരുമാന മാർഗം എന്നതിനോടൊപ്പം 10ഓളം കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി, സിബിയുടെ മാതാപിതാക്കൾ സ്വന്തമായി ഒരു കമ്പനി റൺ ചെയ്യാണ്, അല്ലെ? ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിൽ അല്ലാതെയാണ് ഇവർ ഈ ഒരു സ്റ്റാർ പിക്കിൾസ് എന്ന അച്ചാർ യൂണിറ്റ് നടത്തി വരുന്നത്. ഇത്തരത്തിൽ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്താം എന്നതിന് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിൽ ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെ സ്വയം തൊഴിൽ എന്ന് പറയുന്നു. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. അവനവന്റെ കമ്പനിയാണല്ലോ. അപ്പോ അതേ ആള് തന്നെ തൊഴിലാളിയും അതുപോലെ തന്നെ മുതലാളിയും ആവുന്ന ഒരു അവസ്ഥ, ഉടമസ്ഥതയും തൊഴിലാളിയുടെ ഉത്തരവാദിത്വവും ഉൾപ്പെടുന്ന അവസ്ഥയായി മാറുന്നുണ്ട്. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. അവർ ഒറ്റയ്ക്കാണ് ഈ ഒരു സംരംഭം കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ലാഭവും നഷ്ടവും പൂർണ്ണമായിട്ടും അയാളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും. അപ്പൊ ഇവിടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശവും ഈ സ്വയം തൊഴിൽ സംരംഭകന് തന്നെ ആയിരിക്കുമല്ലോ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വിവിധ തരത്തിലുള്ള ജനങ്ങളെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമുക്ക് കാണാനായി സാധിക്കും. ഇത്തരത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരെ നമ്മുടെ സർക്കാർ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതായതുകൊണ്ട് സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സർക്കാർ വിവിധ തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് സ്വയം തൊഴിൽ പദ്ധതികൾ, അതുപോലെ അവരുടെ ഗുണഭോക്താക്കൾ ആരൊക്കെ എന്ന് തിരിച്ചറിയത്തക്ക വിധത്തിലൊരു കോളമാണ്. നവജീവൻ പദ്ധതി പ്രധാനമായും മുതിർന്ന പൗരർക്കുള്ളതാണ് നവജീവൻ പദ്ധതി. കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. ശരണ്യ പദ്ധതി വനിതകൾക്കായുള്ള പദ്ധതിയാണ്. ഉദാഹരണം നമുക്ക് മറ്റൊന്ന് പറയാം, ജീവനം പദ്ധതി കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ട് മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള പദ്ധതിയാണ്. ഇത്തരത്തിൽ സ്വയം തൊഴിൽ പദ്ധതികൾക്ക് കൂടുതൽ സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ധാരാളം പദ്ധതികൾ ഇന്ന് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പദ്ധതികൾ എന്നത് PSCയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ SCRT പോയിന്റ് ഓഫ് വ്യൂ ഉള്ള പദ്ധതികൾ ആദ്യം തന്നെ നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. ഓക്കെ, നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്കുള്ളതാണ്. കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. ശരണ്യ പദ്ധതി വനിതകൾക്കായുള്ളതാണ്. ഇത്തരത്തിൽ സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ ധാരാളം ജനങ്ങൾ വിജയം നേടിയിട്ടുണ്ട്. അത് മറ്റുള്ള ജനതയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ചിലരുടെ അനുഭവങ്ങളാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. ചായ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം. മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ ആരംഭിക്കുന്നത്. വീട്ടിലെ ചായ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു. ഇന്ന് 60ഓളം ഇനം പലഹാരങ്ങൾ നിർമ്മിച്ചു വിൽക്കുന്നു. വർഷത്തിൽ 11 കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാവുന്നത്? ചെറിയൊരു ചായ്പിൽ നിന്ന് മാത്രം ആരംഭിച്ച ഒരു വലിയ സംരംഭമായി മാറിയതിന് ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. അടുത്തത്, പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ. മറ്റൊരു ന്യൂസാണ്. എന്താണ് ഇവിടെ? പെയിന്റിംഗ് എന്ന ഹോബിയെ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് വിജയം കൊയ്ത സംരംഭകയാണ് സജിത. ഫാബ്രിക് പെയിന്റിംഗ് ആണ് ബിസിനസ്. സാരികൾ, ഷർട്ടുകൾ, ചുരിദാറുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയിൽ മനോഹരമായി പെയിന്റിംഗ് ചെയ്യുന്നു. ഫാബ്രിക് പെയിന്റിങ്ങിനെ ഒരു ഹോബി എന്ന നിലയിൽ നിന്ന് ബിസിനസ് ആക്കി വികസിപ്പിച്ച് വിജയിച്ചു.
ഇപ്പോൾ പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്നു. അപ്പൊ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിന്ന്, നമ്മുടെ ചെറിയ കംഫർട്ട് സോണിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ വലിയ രീതിയിൽ ബിസിനസ്സായി മാറിയ സംരംഭകരെ കുറിച്ചുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ എന്താണ്, അധ്വാനിക്കുന്നതിനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്തുകൊണ്ട് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അവനവന്റെ അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുവാൻ ഓരോരുത്തർക്കും അവകാശവുമുണ്ട്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നും നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നു. ഓക്കെ ആണല്ലോ. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രേ പഠിക്കാനുള്ളൂ. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട്. പദ്ധതികൾ പ്രധാനപ്പെട്ടതാണ്, വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് മുതിർന്ന പൗരർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. മുതിർന്ന പൗരർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. 50 വയസ്സിനും 65 വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരർക്കാണ് ഈ ഒരു പദ്ധതിയിൽ ഗുണഭോക്താക്കളാവാനായിട്ട് കഴിയുന്നത്. ഇതാണ് നവജീവൻ പദ്ധതി. 50 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള മുതിർന്ന പൗരർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. കൈവല്യ എന്നത് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ്. ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് കൈവല്യ. 2016 ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. കൈവല്യ 2016 ആരംഭിക്കുന്നത്. 21 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പലിശരഹിത വായ്പ ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നു. അപ്പോൾ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പുനരധിവാസ പരിപാടിയാണ്, തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് കൈവല്യ. പിന്നീട് ശരണ്യ. ശരണ്യ എന്താണ്? സ്ത്രീകൾക്കാണ്, വനിതകൾക്കാണ് ശരണ്യ. സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്നത്. ആർക്കൊക്കെ ഇത് ലഭ്യമാകും? വിവാഹമോചനം നേടിയ വനിതകൾ, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, തൊഴിൽ രഹിതരായ വിധവകൾ, ഭിന്നശേഷിക്കാർ, കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പദ്ധതികൾ ക്ലിയർ ആണല്ലോ. പദ്ധതികൾ പ്രധാനപ്പെട്ടതാണ്, വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഈ ചാപ്റ്റർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങളുള്ളതിന്റെ കേവലം ഒരു അടിസ്ഥാന ഘടകങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവയെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ചെറിയ ക്ലാസ് ആണെങ്കിൽ പോലും നമ്മൾ ഇവയെ ആ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.